അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ പഠനം സൂറത്തുൽ മുൽക്ക് 12-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇന്നല്ലദീന യഖ്ശൗന, നിശ്ചയമായും ഭയപ്പെടുന്നവർ, റബ്ബഹും തങ്ങളുടെ നാഥനെ, ബിൽ ഗൈബി കാണാതിരിക്കെ, ലഹും അവർക്കുണ്ട്, മഗ്ഫിറത്തുൻ പാപമോചനം, വ അജ്റുൻ പ്രതിഫലവും, കബീർ വമ്പിച്ച. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി, കാണാതെ തന്നെ അള്ളാഹുവെ ഭയപ്പെടുന്നവർ എന്നാണ് വിശ്വാസികളെക്കുറിച്ച് പറയുന്നത്. ഖശിയത്ത് എന്നത് വെറും ഭയമല്ല, ആദരവോടെയും ബഹുമാനത്തോടെയുമുള്ള ഭയമാണ്. ആളുകൾ കാണുമ്പോഴുള്ള അഭിനയ ഭയമല്ല, ആരും കാണാത്ത ഏകാന്തതയിലും അള്ളാഹുവെക്കുറിച്ചുള്ള ബോധത്തോടെ ജീവിക്കുന്ന സ്വഭാവമാണ്. തെറ്റ് ചെയ്യാൻ എല്ലാ സാഹചര്യങ്ങളും ഒത്തുവരുമ്പോഴും അള്ളാഹുവെ ഓർത്ത് മാറി നിൽക്കാനുള്ള ആത്മനിയന്ത്രണമാണ് ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി എന്നതിൻ്റെ കാമ്പും കാതലും. മുന്നിലുള്ള ഭൗതിക നേട്ടങ്ങൾ മാത്രം ലക്ഷ്യം വെക്കാതെ അള്ളാഹുവെ അവൻ്റെ അദൃശ്യാവസ്ഥയിൽ തന്നെ അംഗീകരിക്കുകയും അവൻ്റെ പരമാധികാരത്തെ ഉൾക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുക. അത് ചെയ്യുന്ന ആളുകൾക്ക് മഗ്ഫിറത്ത്, പാപമോചനമാണ് അള്ളാഹു ഒന്നാമത് നൽകുന്നത്. അവരുടെ വീഴ്ചകളെല്ലാം അള്ളാഹു മായ്ച്ചു കളയുന്നു. വഅജ്റുൻ കബീർ, വലിയ പ്രതിഫലം, വിവരിക്കാനാവാത്ത അത്രയും ഉയർന്ന പ്രതിഫലം അള്ളാഹു നൽകുകയും ചെയ്യുന്നു. പ്രവാചകന്മാർ ഉണ്ടാക്കാൻ ശ്രമിച്ച ആദർശ സമൂഹത്തിലെ ഓരോ വ്യക്തികളും എത്തേണ്ട ഉയർന്ന നിലവാരം ഇതാണ്. നിയമങ്ങൾ ലംഘിക്കാതിരിക്കാൻ കാരണമാകുന്നത് ഭരണകൂടമോ നിയമപാലകരോ മാത്രമാവരുത്. അതിലപ്പുറം സ്വന്തം ഹൃദയത്തിലുള്ള ദൈവഭയം കൊണ്ട് നിയമങ്ങളെ പാലിക്കുന്ന ഒരു സമൂഹം, ഉത്തമമായൊരു സമൂഹം വളർന്നു വരണം. അങ്ങനെ വളർന്നു വരണമെങ്കിൽ യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി, മനുഷ്യൻ അള്ളാഹുവെ അവനെ കാണാതെ തന്നെ ഭയപ്പെടണം. സാധാരണയായി മനുഷ്യൻ കൺമുന്നിലുള്ള അധികാരസ്ഥാനങ്ങളെയാണ് ഭയപ്പെടുക. എന്നാൽ കൺമുന്നിൽ കാണാത്ത അള്ളാഹുവെ ആന്തരിക ബോധത്താൽ പ്രചോദിതമായി ഭയക്കുക, ജീവിതത്തെ അതുവഴി മാറ്റിയെടുക്കുക എന്നതാണ് വിശ്വാസിയിൽ ഉണ്ടാകേണ്ട ഗുണം. ബാഹ്യമായ ശിക്ഷകളെ പേടിച്ചല്ല, പ്രതിഫലം മോഹിച്ചല്ല, മറിച്ച് അള്ളാഹുവെക്കുറിച്ചുള്ള ആന്തരിക ബോധത്താൽ ജീവിതത്തെ മാറ്റിപ്പണിയുക എന്നത് വിശ്വാസത്തിൻ്റെ ഉന്നതിയിലെത്തുമ്പോൾ ഓരോരുത്തരിലും ഉണ്ടാകുന്ന കാര്യമാണ്. ജനങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോഴും തനിച്ചിരിക്കുമ്പോഴും ഒരേ ആന്തരികാവസ്ഥ പാലിക്കാൻ കഴിയുക എന്നത്, അള്ളാഹുവെ കൺമുന്നിൽ കാണാതെ തന്നെ ഭയപ്പെടുക എന്നത്, ജനങ്ങളുടെ കണ്ണിൽ നിന്നും മറഞ്ഞിരിക്കുമ്പോഴും ജീവിതത്തെ വിശുദ്ധമാക്കുക എന്നത്, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. തികച്ചും ഇഖ്ലാസോടുകൂടി ദൈവഭയം കാത്തു സൂക്ഷിച്ച ആളുകൾ, അവർക്ക് ലഭിക്കുന്നത് ഉയർന്ന പ്രതിഫലമാണ് എന്ന് ഈ സൂക്തം മനോഹരമായി വിവരിക്കുന്നുണ്ട്. അജ്റുൻ കബീർ, മഹത്തായ പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞാണ് ഈ സൂക്തം അവസാനിപ്പിക്കുന്നത്. അള്ളാഹു മഹത്തായ, വലിയ, കബീർ എന്ന വാക്ക് ഉപയോഗിക്കണമെങ്കിൽ മനുഷ്യൻ്റെ ഭാവനക്കും അപ്പുറമുള്ള പ്രതിഫലമാണ് അവനെ കാത്തിരിക്കുന്നത്. സ്വർഗീയ സുഖങ്ങളുടെ അനന്തതയാണ് അവന് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് അർത്ഥം. തെറ്റുകൾ ചെയ്യാനുള്ള പ്രേരണകൾ മനസ്സിൽ നിന്ന് ഉണരുമ്പോഴും ഉയരുമ്പോഴും അള്ളാഹു നിരീക്ഷിക്കുന്നു എന്ന ബോധ്യത്താൽ ആ പ്രേരണകളെ അടിച്ചമർത്താൻ കഴിയുന്ന ഉയർന്ന നിലവാരത്തിലെത്തിയവർക്കാണ് ഈ വലിയ ഓഫർ അള്ളാഹു നൽകിയിട്ടുള്ളത്. കേൾക്കാനോ ചിന്തിക്കാനോ തയ്യാറാവാതെ നരകത്തിലെത്തിയ ആളുകളെ അപേക്ഷിച്ച് കേൾക്കാനും ചിന്തിക്കാനും തയ്യാറായ ആളുകൾക്ക് ലഭിക്കുന്ന മനോഹരമായ പ്രതിഫലം, ആ പ്രതിഫലം നേടിയെടുക്കാനാവണം ഓരോ വിശ്വാസിയും ശ്രമിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.